ഇന്ന് ഞാനില്ലേ നിങ്ങൾക്ക് എന്താ പറയേണ്ടത്, ഇതുവരെ കാണാത്തൊരപ്പം കാണിച്ചു തരാം. കണ്ടിനോന്നറിയില്ല, ഇങ്ങനെ ചുട്ടിനോന്നറിയില്ല, പക്ഷെ ഞാൻ ഇന്ന് ആദ്യമായിട്ട് ചുട്ടതാണ് ഒരപ്പം. എല്ലാവരും ഗ്ലിസറിന് റോസ് വാട്ടറും തേക്കലില്ലേ? ഞാൻ അന്ന് പറഞ്ഞിട്ടേ ഗ്ലിസറിന് റോസ് വാട്ടറും രാവിലെ തേക്കണം എന്ന് പറഞ്ഞിട്ടേ. തേക്കലുണ്ട് എല്ലാവരും? ഞാനിപ്പോൾ തേച്ചതാ എൻ്റെ മുഖത്ത് ഇങ്ങനെ ഒളിയുന്നു, എണ്ണ തേച്ചാതിരി കാണുന്നില്ലേ അത്. അപ്പോൾ ഇല്ല എന്താ അറിയാം, ഞാനില്ലേ രാവിലെ ദോശ ഇടാലോ പറഞ്ഞിട്ട് ഇന്നലെ അരി പുതിർത്തിനിപ്പാ, പച്ചരി പുതിർത്തിന്. അപ്പം എൻ്റെ പിള്ളേർ എന്നോട് പറഞ്ഞു, ഇന്ന് ഞായറാഴ്ച അല്ലേ മേ, അപ്പം ഇന്ന് എന്ത് മതിർക്കുന്നതായിട്ട് അപ്പാക്കറോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു മതിർക്കുന്ന ഒരു അപ്പാക്ക. നമ്മൾ മതിർക്കുന്ന കുറേ അപ്പാക്കലുണ്ട്. ഇപ്പം എന്തെന്ന് പറഞ്ഞാൽ നെയ്യപ്പാക്കലുണ്ട്, പിന്നെ ഉണ്ണിയപ്പാക്കലുണ്ട്, പിന്നെ അടയാക്കലുണ്ട്, കൽത്തപ്പാക്കലുണ്ട്, അങ്ങനെ എന്തെല്ലാം ആക്കലില്ലേ നമ്മ. പക്ഷെ ഇതെന്ന് പറയുന്നതില്ലേ എന്തെന്ന് പെട്ടെന്ന് ആക്കേണ്ടതല്ലേ ഇപ്പ പറഞ്ഞിട്ടാകുമ്പോ. നമ്മ അമ്മമാരെ അപ്പി പറയുമ്പോൾ എന്താക്കി കൊടുക്കുമ്പോൾ അവർക്കത് ഭയങ്കര എന്താ പറയുക നല്ല പാങ്ങുണ്ടാവും തിന്നാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനാക്കി അപ്പം കാണുന്നുണ്ട് നിങ്ങൾക്ക്. ഇതാ മതിർക്കുന്ന അപ്പം എന്തിനാ പറയില്ല, നമ്മളെ ഉരുളിയിലെല്ലാം ചുട്ടിട്ടില്ല അപ്പം. ഇതെങ്ങനെ അറിയാം ഞാൻ ആക്കിയത് എന്താക്കാന്ന് പറഞ്ഞാൽ, അരി ഇന്നലെ പുതിർത്തിനല്ലോ അപ്പം. എന്നിട്ട് അരിയും തേങ്ങയും പിന്നെ 2 ചെറിയ പഴമില്ലേ, 2 ചെറിയ പഴവും ഉപ്പ് ഇട്ടിട്ട് അരച്ചു ഇപ്പം. മറ്റേ മിക്സിയിലെ ജാറിലിട്ടിട്ട് അരച്ചു. എന്നിട്ട് അരച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് എന്തെന്ന് പറഞ്ഞാൽ ബെല്ലൂല്ലേ, നമ്മളെ ആണി വെല്ലം പോലത്തെ ബെല്ലൂല്ലേ, ആ ബെല്ലം പിന്നെ 2 അച്ച് വെല്ലം എടുത്തിന്. ബെല്ലം ഒരു ഗ്ലാസ്, ചെറിയൊരു ഗ്ലാസ് വെള്ളവും പോർന്നിട്ട് തീമാച്ചു. എന്നിട്ട് അത് ചൂടാവൂലേപ്പാ. അപ്പം ചൂടാകുമ്പോൾ അതിങ്ങനെ ഉരുകിയിട്ട് വരൂലേ, ആ ഉരുകിയിട്ട് വന്ന് ആ ബെല്ലുമില്ലേ നല്ല അതേ ചൂടിൽ എന്താക്കിയ പറഞ്ഞാൽ ഞാൻ അതിലേക്ക് പോർന്നു, അരച്ചു വെച്ച അരപ്പിലേക്ക് പോർന്നിട്ട് നല്ല പാങ്ങിൽ ഇളക്കി. അപ്പം എന്നെ ഇളക്കണം, അല്ലെ ബെന്തറൂലേ അത്. അപ്പം എന്നെ അത് എന്നെ ഇളക്കിയിട്ട് നമ്മളെ ഉള്ളിയില്ലേ, ചോന്ന ഉള്ളിയില്ലേ, അത് ചെറുങ്ങനെ മുറിച്ചു, നേർക്കനെ മുറിച്ചു ഉപ്പാ. നേർക്കനെ മുറിച്ചിട്ട് അതും അതിലേക്ക് ഇട്ടിട്ട് ഉപ്പെല്ലാം പറ്റി നോക്കിയിട്ട് നല്ല പാങ്ങിൽ ഇളക്കിയിട്ട് ഇതില്ലേ വണ്ണക്കല്ലല്ല, മറ്റേ ഉരുളി വണ്ണക്കല്ല് നമ്മൾ ദോശ ഇടലല്ലേ, ഉരുളി തീമാച്ചിട്ട് ഉരുളി ചൂടായിട്ടാകുമ്പോൾ എണ്ണയും പോർന്നിട്ട് അതിലേക്ക് ഇതുപോലത്തെ ഒരു 1.5 കയ്യിൽ പോർന്നുപ്പാ. 1.5 കയ്യിൽ പോർന്നിട്ടാകുമ്പോൾ അത് ഇതുപോലത്തെ നല്ല അപ്പം. അതിൻ്റെ ബാക്ക് ഇതാ ഇങ്ങനെ, മുമ്പ് ഇതാ ഇങ്ങനത്തെ നല്ല മതിർക്കുന്ന അപ്പം ചുട്ടു. നല്ല പാങ്ങുണ്ട് തിന്നാൻ വേണ്ടിയിട്ട്, നല്ല പാങ്ങുണ്ട്. അപ്പം എൻ്റെ മക്കൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടും ചെയ്തു. എന്നിട്ട് അപ്പം തിന്നു. അപ്പം ഞാനിപ്പോൾ ചായ കുടിക്കുകയാണ് ചെയ്യുന്നത്.